പുട്ടിന്റെ ഒപ്പം മലയാളികൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കടലക്കറിയാണ്. അപ്പൊ നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റില് അടിപൊളി ഒരു കടലക്കറി റെഡിയാക്കാം. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കണേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് കടല തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വെന്ത് കടല ഇതാക്കണ്ട, നമുക്ക് ഞെക്കി വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇതിനകത്ത് നമ്മളൊന്നും ചേർത്തിട്ടില്ല, ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ മിക്സി ജാറിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിലേക്ക് 2 സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ ആദ്യം തന്നെ അടിച്ചെടുക്കണം. ഇനി ഇത് പേസ്റ്റ് പോലെ അരിയാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ 5 വെളുത്തുള്ളി അരിഞ്ഞതും, 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, 1 വലിയ സബോള അരിഞ്ഞതും, 1 പച്ചമുളക് അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ മതി, ബ്രൗൺ കളർ ഒന്നും ആവണ്ട. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിന് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്പം ഉപ്പും കൂടി ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച കടലയും 1 തക്കാളി അരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ കടലയും തക്കാളിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊന്ന് കുറുകി വരണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ട് തിളച്ച് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി താളിച്ചിടാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളകും കുറച്ച് നാളികേരക്കൊത്തും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയുടെ മസാല ടേസ്റ്റിലുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി റെഡി.